ഹായ് കൂട്ടുകാരെ, വീട്ടുമുറ്റം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കില്ല. എന്തെങ്കിലും കമൻറ്റെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ റിപ്ലൈ തരണം കേട്ടോ. ഇന്ന് രാവിലെ ഒരു 5 മണിയായി. രാവിലെ തന്നെ എണീച്ച പാട് ഞാൻ ഫ്രഷ് ആയതിന് ശേഷം ചോറെല്ലാം വെക്കാനുള്ള പരിപാടിയാണ്. ഇന്ന് സ്കൂളൊന്നുമില്ല, മഴയായതുകൊണ്ട് നല്ല മഴയും പുറത്ത് പെയ്യുന്നുണ്ട്. പക്ഷെ എന്നിട്ട് എന്തിനാണ് രാവിലെ എണീച്ചെന്ന് കരുതിയാൽ എനിക്കൊന്ന് ഹോസ്പിറ്റൽ വരെ പോകണം. അതുകൊണ്ട് അതിൻ്റെ മുമ്പേ എല്ലാ പണിയും തീർത്തി വെച്ചിട്ട് പോകാമെന്ന് കരുതി. ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉലുവക്കഞ്ഞി. കർക്കിടക മാസമാണല്ലോ, എല്ലാ ധാന്യങ്ങളും ഇട്ടിട്ട് ഞാൻ ഉലുവക്കഞ്ഞി ആക്കുന്നത്. പക്ഷേങ്കിൽ 2 ആൾക്ക് മാത്രം വേണ്ടതുകൊണ്ട് സ്പൂണിൽ അളന്ന് എല്ലാം എടുക്കുന്ന ധാന്യങ്ങളെല്ലാം 2 സ്പൂൺ വീതം എടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ 2 ആൾക്കുള്ളത് കറക്റ്റായിട്ട് കിട്ടും. കുറച്ച് നല്ല വെള്ളത്തോടെയാണ് ചെയ്യൽ. നിങ്ങൾ ഇങ്ങനെയാണോ ഉലുവക്കഞ്ഞി ഉണ്ടാക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണം. നമ്മളെല്ലാ ധാന്യങ്ങളും അരിയും ഉലുവ കുറച്ച് കൂടുതൽ ഇട്ടിട്ട് അത് ഒരു 8 വിസിലോളം വെച്ചിട്ട് പിന്നെ ഒരു ബെല്ലം ഇട്ടതിന് ശേഷം ഒന്നും കൂടി തിളപ്പിച്ച് ഇറക്കി വെക്കും. ഇതിങ്ങനെ എല്ലാ നാട്ടിലും എങ്ങനെയാണോ എന്നറിയില്ല. പിന്നെ ഇതിൻ്റെ കിറ്റെല്ലാം വാങ്ങാനുണ്ട്. പക്ഷെ ഞാൻ എങ്ങനെ എല്ലാ കൊല്ലം ചെയ്യൽ, അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് ചെയ്യും. കുറച്ചധികം വെള്ളം തന്നെ വെക്കും. അതെല്ലാം വെച്ചതിന് ശേഷം അതവിടെ വെച്ച് ചെറിയ തീയിൽ വെച്ചിട്ട് വേവിക്കുന്നത്. കാരണം സ്പീഡ് കൊടുത്താൽ കൂടുതൽ വെള്ളം വെച്ചതുകൊണ്ട് എല്ലാം പുറത്താവും. അതിന് ശേഷം മിഷനിൽ തുണിയിടാന്ന് കരുതി തുണിയിടുകയാണ് ചെയ്യുന്നത്. ഇന്നെന്ന് വെച്ചാൽ രാവിലെ എണീച്ചത് ഞാനൊരു ദിവസം ജിമ്മിലെല്ലാം പോകണം, മോനെ അംഗൻവാടിയിലെല്ലാം ആക്കേണ്ട തിരക്കിൽ ഞാൻ ചെയ്ത് വിറകെടുക്കാൻ വേണ്ടിയിട്ട് വിറകെടുത്തിടാൻ പോയി. വിറകെല്ലാം എടുത്തിട്ടതിന് ശേഷം ചാക്കിൽ ചേരി ഉണ്ടായിരുന്നു. ചേരി എടുത്ത് ബക്കറ്റിലിടലായിരുന്നു. ആദ്യം ഇടുമ്പോൾ ഒരു കുഴപ്പമില്ല. പെട്ടെന്നുണ്ടോ എന്തോ കൈമ കയറുന്ന പോലെ തോന്നി. നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എലി അതിൽ പ്രസവിച്ച് കിടന്നിട്ടുണ്ടായിരുന്നു. കാണുമ്പോൾ ഒന്നും ഉണ്ടായിട്ടില്ല. ശരിക്കും പറഞ്ഞാലില്ലേ, ചാക്കെല്ലാം തട്ടിയെടുക്കണം. എൻ്റെ തിരക്കിൽ ഞാൻ വേഗം അതിൽ നിന്ന് പുറത്ത് കാണുമ്പോൾ നല്ല ഒന്നും കാണാത്ത പോലെ നല്ല വൃത്തി കണ്ടുകൊണ്ട് അങ്ങനെ കൈയിട്ടെടുത്തത്. എലി കയറിയതിൽ എലീൻ്റെ കാല് തട്ടിയിട്ട് ചെറുങ്ങനെ തോല് പോയി. അത് കണ്ടതിന് ശേഷം എനിക്ക് ഭയങ്കര പേടിയായി. എന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ച ദിവസം 6 ഇഞ്ചക്ഷനോളം ഉണ്ടായിരുന്നു. കൈ മുറിഞ്ഞ ഭാഗത്ത് വരെ വെച്ചു. പിന്നെ പിറ്റേന്ന് 2 ദിവസം അന്ന് വൈകുന്നേരം ആയതിന് ശേഷം നല്ലോണം വിരൽ വണ്ണം വെക്കാൻ തുടങ്ങി. 2 ദിവസം എനിക്ക് ആ വിരൽ നിവർത്തി വെക്കാൻ കഴിയില്ല. കൈൻ്റെ ഉള്ളിൽ എന്തോ തറപ്പിച്ച് വെച്ച പോലെ ഉണ്ടായത്. പിന്നെ അത് ശരിയാണ്. 2 ദിവസം കഴിഞ്ഞാലും മടക്കാനെല്ലാം പറ്റി. പിന്നെ ഇന്ന് 2 ദിവസം കഴിഞ്ഞാൽ ഇന്നാണ് 2 ഇഞ്ചക്ഷൻ ഉണ്ട്. അതിന് പോകണം. രാവിലെ 8 മണി മുതൽ തുടങ്ങും. അതുകൊണ്ട് നേരത്തെ പോയാൽ വേഗം തന്നെ ഡോക്ടറെയും കാണിച്ച് ഇഞ്ചക്ഷനും വെച്ചിട്ട് വരാമെന്ന് കരുതി. പക്ഷേങ്കിൽ അതിൻ്റെ മുമ്പേ ഒരുവിധം പണിയെല്ലാം തീർത്തിട്ട് പോയാൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വിശ്രമിക്കാം എന്നുള്ള ഇതിലാണ് ചെയ്യുന്നത്. കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു. ചിക്കൻ കുക്കറിൽ അവിടെ വെച്ചു. പിന്നെ കുറച്ച് ഇഡ്ഡലി മാവുണ്ട്. അതിൽ ഉള്ളിയും പച്ചമുളകെല്ലാം മുറിച്ചിട്ടിട്ട് നമ്മൾ കാരപ്പക്കല്ല് എന്ന് വെച്ചാൽ കുയ്യപ്പക്കല്ല് അതിൽ ഒഴിക്കാമെന്ന് കരുതി. പച്ചമുളകാൻ ഇടുന്നില്ല, മോനങ്ങാനും തിന്നുമ്പോൾ കടിച്ചിട്ടുണ്ട്. പിന്നെ എരിയും. മക്കളവിടെ ഉറക്കി കിടത്തിയിട്ടാണ് പോകുന്നത്. മോനോട് പറഞ്ഞ് രാത്രി നാളെ ഞാൻ പോയിട്ട് വരുമെന്ന്. പക്ഷേങ്കിൽ എണീച്ചാൽ എന്തായാലും ഒരു വാശിയെല്ലാം ഉണ്ടാവും. പിന്നെ ഞാൻ ചിക്കൻ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. ഇന്നലെ വെച്ചതിൻ്റെ കുറച്ച് ബാക്കിയാണ് ഉണ്ടായത്. അതും കൂടി വെച്ച് പിന്നെ മോന് ഭയങ്കര ഇഷ്ടം മോര് കറിയും തേങ്ങയും പച്ചമുളകും ജീരകവും മഞ്ഞൾപ്പൊടി ഇട്ടരച്ചിട്ട് നമ്മൾ കായ്മുളകും കറിവേപ്പിലയും ഇട്ട് വറുത്തിടുന്നതാണ് മോര് കറിയാക്കുന്നത്. അതും അവിടെ ആക്കി വെച്ച് പിന്നെ വരുമ്പോൾ മീൻ വാങ്ങാം എന്നുള്ളൊരിതുണ്ട്. നമ്മളിപ്പം പോകുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെയാണ് പിന്നെ ബീച്ച് ഇതുള്ളത്, കടപ്പുറമുള്ളത്. അവിടെ പോയ മാർക്കറ്റിൽ മീൻ ഉണ്ടെങ്കിൽ വാങ്ങാമെന്ന് കരുതി. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ നല്ല വേദനയാണ്. സാധാ ഇഞ്ചക്ഷൻ പോലെ എല്ലാം തോന്നുന്നു. ഇതിന് പ്രത്യേക വേദന ഉള്ളത് പോലെ ഉണ്ട്. ഇനി ഇത് കൂടി കഴിഞ്ഞാൽ പിന്നെ രണ്ട് വട്ടവും കൂടി പോകേണ്ടി വരും. അതുകൊണ്ട് എന്തായാലും ചെയ്യണം. എന്തെല്ലാം ഇപ്പോഴത്തെ കാലമല്ലേ, എന്തെല്ലാം വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് രാവിലെ ഒരുവിധം എല്ലാ പണിയും ഒരുക്കിയിട്ട് വേണം. സമയം പക്ഷേ 5 മണി എണീച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര വേഗം സമയങ്ങളെല്ലാം ഓടുന്നത്. ഇപ്പം എന്താ കണ്ടോ, തിരക്കിൽ ചിക്കനിൽ ഞാൻ വെള്ളം ഒഴിക്കാണ്ട് തന്നെയാണ് എപ്പോഴും വെക്കൽ. പക്ഷേ ഇന്നാകുമ്പോൾ അറിയില്ല, ചിക്കൻ വെന്ത് വരുമ്പോൾ വെള്ളം വരുന്നത്. പക്ഷേ ഇന്ന് തീരെ വെള്ളം വന്നില്ല. കുക്കർ നല്ലോണം കരിഞ്ഞിട്ടുണ്ട്. അതവിടെ പുതിർത്ത് വെച്ച്. പക്ഷേ ചിക്കൻ കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ മസാലയും വറുത്താലും കുറച്ച് അധികം വറുത്ത് പോയി. അതുകൊണ്ട് കറുപ്പ് കളറും ആയിപ്പോയി. എല്ലാം രാവിലെ തന്നെ അബദ്ധം തന്നെയാണുള്ളത്. പക്ഷേ വരുമ്പോൾ ഇനി എന്തായാലും എല്ലാവർക്കും എത്തുമൊന്നുമില്ല. അതുകൊണ്ട് വരുമ്പോൾ എന്തെങ്കിലും വാങ്ങാമെന്ന് കരുതി. ഇനി എല്ലാം ആക്കിയിട്ട് പോയി വരാൻ കഴിയില്ല. വന്ന പാട് എന്തായാലും കുറച്ച് ഭയങ്കര ക്ഷീണം എനിക്ക്, എന്താണെന്നറിയില്ല. പിന്നെ ഇഞ്ചക്ഷൻ വെക്കുന്നുണ്ടാണെന്നറിയില്ല, നമുക്ക് ഛർദ്ദിക്കാനൊരു തോന്നിക്കൊണ്ടേയിരിക്കും. അത് വെച്ചതിന് ശേഷമാണ് തോന്നുന്നത്. എന്താണെന്നറിയില്ല, അതിൻ്റെ ഡോസ് കൊണ്ടാണോ മരുന്നിൻ്റെ ഇത് കൊണ്ടാണോന്നും അറിയില്ല. നമ്മൾ ഇത്രയും ഞാൻ ഒരിക്കലും കരുതിയില്ല ഫസ്റ്റ് ഡേ നമ്മൾ ഇത്രയും ഡോസെല്ലാം വെക്കുമെന്ന്. പക്ഷേ
പിന്നെ അത് വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞൊരു ഇപ്പം ഇവിടെ ഞാൻ കണക്ക് കൂട്ടിയത് 7 മണിയാകുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് പോകണം. അതിനിടയ്ക്ക് എല്ലാം ആക്കി വെക്കണം. ഇപ്പം എന്തായി മഴയായതും മക്കൾക്ക് സ്കൂളില്ല. പക്ഷേ ഇതിങ്ങനെ കഥ ചെയ്തുകൊണ്ട് ജിമ്മിലും പോക്കില്ല, ഒന്നും നടക്കുന്നില്ല. പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന വീട്ടിൽ നിന്നുള്ള സ്റ്റിച്ചെല്ലാം ചെയ്യുന്നതാണ്. ആർക്കെങ്കിലും സ്റ്റിച്ചിങ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഏത് സ്റ്റിച്ചിങ് വീഡിയോ ആണെന്ന്. ഞാനത് ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും. കമൻറ്റ് ആവശ്യമുണ്ട് കമൻറ്റ് ചെയ്തോ. കമൻറ്റ് ചെയ്താലേ ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ ഞാൻ വീട്ടിലെ കാര്യങ്ങളെല്ലാമാണല്ലോ ഈ ചാനലിലൂടെ ചെയ്യാമെന്ന് കരുതിയത്. അതുകൊണ്ടാണ് പറഞ്ഞത് ആവശ്യമുണ്ടെങ്കിൽ ആരെങ്കിലും കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും. ഏത് സ്റ്റിച്ചിങ് നൈറ്റി വേണോ ബ്ലൗസാണോ ഏതാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. ഞാൻ പരമാവധി ചെയ്യാൻ ശ്രമിക്കും. ഇപ്പം സ്ഥിരമായിട്ടൊന്നും നമ്മൾ വീഡിയോ ഇടലെല്ലാം വളരെ കുറവാണ്. ഞാൻ കരുതി എപ്പോൾ എന്നാൽ നിങ്ങൾക്ക് ഇത് തന്നെ വെച്ച് കാണിച്ചു തരുന്നത്, നിങ്ങൾക്കൊരു ബോർ അടിക്കണ്ടെന്ന് കരുതി ഞാൻ പിന്നെ ചെയ്യലില്ല. പക്ഷെ ഇന്ന് ഞാൻ ചെയ്യാൻ കാരണം ഇങ്ങനെ എന്നെപ്പോലെ എല്ലാപ്പോൾ ഞാൻ കരുതും ആരും എന്ന് പറയണ്ട കൊണ്ടുവച്ച ചാക്കിലോ വിറകുള്ള സ്ഥലത്തോ എല്ലാം ശ്രദ്ധിച്ചിട്ട് എടുക്കണമെന്ന്. എന്നാലും നമ്മൾ തിരക്കിലെല്ലാം എടുത്തു പോകും. ആരും ഇങ്ങനത്തെ ഒരു അബദ്ധം പറ്റിപ്പോണ്ടാർക്കോ. അതുകൊണ്ട് ഞാൻ വിളിച്ച് നിങ്ങളോടും കൂടി ഒന്ന് പറഞ്ഞിട്ട് ചെയ്യാമെന്ന് കരുതിയോണ്ടാണ് ഈ വീഡിയോ കൂടി എടുത്തത്. പക്ഷേ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ വീഡിയോ മാത്രം കാണിച്ച് പറയുന്നതിൽ നല്ലതല്ലേ രാവിലത്തെ എല്ലാ കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ട് ചെയ്യാമെന്ന് കരുതി. നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ഞാൻ കരുതുന്നു. പക്ഷെ ആരും കമൻറ്റ് ചെയ്യലോ ഒന്നുമില്ല. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. എല്ലാവരുടെയും സപ്പോർട്ട് വേണം, പ്രാർത്ഥന വേണം. നമ്മൾ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് എന്തെങ്കിലും ഒരു തൊഴിലാവണം എന്നുള്ളൊരു പ്രതീക്ഷയോടെ ഞാനിത് ചെയ്യുന്നത്. എന്തായാലും പുറത്ത് പോയിട്ട് ഒന്നും ചെയ്യാനുള്ളൊരു അവസരമില്ല. മക്കളെല്ലാം ഉള്ളതാണ്, ചെറിയ മക്കളാണ്. നമ്മളിപ്പോൾ എല്ലാവരും ജോലിക്ക് പോയി എന്ന് പറയുമ്പോൾ മക്കളേതായ കാര്യങ്ങൾ നമുക്ക് എത്ര നമ്മൾ എന്ത് ചെയ്ത് വെച്ച് പോയാലും അവർ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് അവരുടേതായ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ ഇപ്പോൾ കരുതണ്ട, എല്ലാവരും ജോലിക്ക് പോകുന്ന ആൾക്കാരെന്താ ചെയ്യുന്നത്. പക്ഷേ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാണ്. എനിക്ക് കൂടുതൽ അവരോട് ചിലവഴിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് പുറത്ത് പോയി ജോലി ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ വീട്ടിൽ നിന്ന് സ്റ്റിച്ചിങ്ങെല്ലാം ആയിട്ട് അങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ട് എന്നേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്കാണ് ഞാനൊരു ചാനലും കൂടി തുടങ്ങാം. സ്റ്റിച്ചിങ് ചാനൽ വേറെ ഉണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനതിൻ്റെ ചാനലിൻ്റെ പേര് പറഞ്ഞു തരുന്നതായിരിക്കും. അതിൽ അങ്ങനെ പോകുന്നുണ്ട്. അതിൽ സ്റ്റിച്ചിങ് എല്ലാം ഇടലും വളരെ കുറവ് തന്നെയാണ്. അത് കാരണം നേരം കിട്ടാത്തതുകൊണ്ട് ഒരു പ്രശ്നം മാത്രമാണ്, ചെയ്യാത്തതിൻ്റെ അല്ല. ഇത് നമ്മൾ വീഡിയോ കൂടി ചെയ്യുമ്പോൾ അതിന് അത്രയും സമയം സ്റ്റിച്ചിങ്ങിൽ പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്ത് ഞാൻ ചാനലിൽ ഇടുന്നതായിരിക്കും. അങ്ങനെ എല്ലാ പണിയും ഒരുവിധം അടുക്കളയിലുള്ള എല്ലാം ഏകദേശം തീർത്ത് വെച്ചിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് നമുക്ക് വീട്ടിൽ നിന്ന് ബാക്ക് എടുക്കണം. വേറൊരു വണ്ടിയും കൂടി ഉള്ളതുകൊണ്ട് ബാക്ക് എടുത്തിട്ട് വരേണ്ട ആവശ്യം വരുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ ഹോസ്പിറ്റലിലെത്തി ഡോക്ടറെല്ലാം കണ്ട് ആരും എത്തിയില്ല. ഫസ്റ്റിൽ തന്നെ ഞാനാണ് എത്തിയത്. പിന്നെ മാസ്കെല്ലാം ഇട്ടിട്ടാണ് പോയി. ഇഞ്ചക്ഷൻ വെക്കാൻ പോയിട്ട് വേറെ ഇപ്പോഴത്തെ പനിയും വാങ്ങി വരണ്ടാന്ന് കരുതി അവിടുന്ന് 8 മണി കഴിഞ്ഞപാട് ഇഞ്ചക്ഷനെല്ലാം വെച്ച് നമ്മളിതാ കടപ്പുറം വന്നിട്ടുള്ളത്. മീൻ നോക്കുമ്പോൾ ഒന്നുമില്ല. പക്ഷേ ചെമ്മീനും ഞണ്ടും മാത്രമേ ഉണ്ടായത്. അതുകൊണ്ട് കുറച്ച് ചെമ്മീനും കുറച്ച് ഞണ്ടും വാങ്ങി നമ്മൾ വീട്ടിലേക്ക് വരികയും ചെയ്ത. കുറച്ച് ഭാഗത്ത് കടപ്പുറം പോയി കാണുകയും ചെയ്ത്. നല്ല തിരയലാണ്. പക്ഷെ എനിക്ക് ആ ഭാഗത്ത് നിൽക്കാൻ ചെറിയ പേടിയുണ്ട്. ഏത് സമയമാണോ വെള്ളം കയറുക എന്നുള്ളൊരു ഭയം കൊണ്ട് ഞാൻ വേഗം പോകാമെന്ന് പറഞ്ഞു. പക്ഷേ ഇഞ്ചക്ഷൻ പക്ഷേ ക്ഷീണവും ഉണ്ടായിരുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്